തിളങ്ങി കാറ്റും കോളും നാടിനാകെ കാവലാകും കണ്ണും മുന്നിൽ പറന്നാക്കിൻ കാക്കക്കുരുന്നായി കൂട്ടമോടെ ഹായ്, എല്ലാവർക്കും ബിജി നിലമ്പൂർ വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ഡിപ്പോയിലാണ്. KSRTCയുടെ ആദ്യത്തെ അന്തർ സംസ്ഥാന മിന്നൽ സർവീസുകൾ ഇന്ന് സെപ്റ്റംബർ 27 വെള്ളിയാഴ്ച ആരംഭിക്കുകയാണ്. പാലക്കാട് ഡിപ്പോയിൽ നിന്ന് 2 ഇന്റർസ്റ്റേറ്റ് മിന്നലുകളാണ് ആരംഭിക്കുന്നത്. ഒന്ന് കൊല്ലൂർ മൂകാംബികയ്ക്കും ഒന്ന് കന്യാകുമാരിക്കുമാണ്. നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ നമ്മളിന്ന് യാത്ര ചെയ്യാൻ പോകുന്നത് പാലക്കാട് നിന്ന് കന്യാകുമാരിയിലേക്കാണ്. KSRTCയുടെ ശബരി ഡീലക്സിലായിരുന്ന 4 ബസ്സുകളാണ് മിന്നലായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ളത്. BS3 ചേസിലുള്ള വണ്ടികളാണ്. ആദ്യം നമുക്ക് ഈ റീഫർബിഷ് ചെയ്തിട്ടുള്ള ഈ മിന്നൽ ബസ്സിന്റെ എക്സ്റ്റീരിയർ ആൻഡ് ഇന്റീരിയർ ലുക്കും നമുക്ക് ആദ്യം നോക്കാം. അതിനുശേഷം നമുക്ക് യാത്രയിലേക്ക് കടക്കാം. അപ്പോൾ ഇന്ന് ഉദ്ഘാടനത്തിനുള്ള വണ്ടികൾ ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാലക്കാട് കന്യാകുമാരി സർവീസ് നടത്തുന്നത് ATC 88, അതുപോലെ അവിടെ നോക്കുകയാണെങ്കിൽ ATC 89, ഈ 2 വണ്ടികളാണ്. ഒരു വണ്ടിക്ക് മലയാളത്തിലാണ് പേര് കൊടുത്തിട്ടുള്ളത്, റൂട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ അടുത്ത അതിൻ്റെ പേര് വണ്ടിക്ക് ഇംഗ്ലീഷിലാണ് കൊടുത്തിട്ടുള്ളത്. മൂകാംബികയ്ക്ക് ഓടുന്ന ഒരു വണ്ടി ATC 90, ATC 91 ആണ്. എന്നാലും റീഫർബിഷ് ചെയ്തതിന് ശേഷം ഈ വണ്ടി ഒരു കിടുക്കൻ ലുക്കിലേക്ക് മാറിയിട്ടുണ്ട്. ഈ ഒരു ഫ്രണ്ട് ബൈസ് ലുക്ക് നോക്കുമ്പോൾ തന്നെ വണ്ടി ഒരു പുതിയ വണ്ടിയുടെ ലുക്കിലേക്കാണ് വണ്ടികൾ വന്നിട്ടുള്ളത്. നമുക്ക് വണ്ടിയുടെ ഔട്ടർ ലുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിന് മുമ്പുള്ള ലുക്ക് ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ വണ്ടി റീഫർബിഷ് ചെയ്ത ശേഷമുള്ളൊരു വ്യത്യാസം. ഫുള്ളി ഫ്രണ്ട് കവള് ഫുള്ളായിട്ട് പൊളിച്ചിട്ട് അവർ പുതിയ കവളാണ് കയറ്റിയിട്ടുള്ളത്. താഴെ ഫോഗ് ലാമ്പ് അടക്കം താഴെ കൊടുത്തിട്ടുണ്ട്. ഹെഡ് ലാമ്പ്സ് ഫുള്ളായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇൻഡിക്കേറ്റേഴ്സ് മാറ്റിയിട്ടുണ്ട്. നമുക്ക് സൈഡ് ലുക്കിലേക്ക് നോക്കിയാൽ സൈഡ് ഷീറ്റുകൾ ഫുള്ളായിട്ട് ഇവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കാരണം വണ്ടികളിൽ കുറച്ച് ചളക്കവും അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നത് ഇവർ ഫുള്ള് നീറ്റാക്കിയിട്ടാണ് ഇതിൽ ഇറക്കിയിട്ടുള്ളത്. വണ്ടിയുടെ ബാക്ക് ലുക്ക് നോക്കിയാലും ഈ ഷീറ്റുകൾ, ഈ സൈഡ് പോർഷൻസ് ഷീറ്റൊക്കെ ഇവർ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ KSRTC മിന്നൽ എന്നുള്ളൊരു വലിയൊരു റൈറ്റിങ് സെൻട്രലായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. ബോർഡുകളൊക്കെ നല്ല പുത്തൻ കിടിലൻ ബോർഡുകളാണ്. നമ്മുടെ റൂട്ട് നമ്പർ അടക്കം കൊടുത്തിട്ടുള്ള അടിപൊളി ബോർഡുകളാണ് മിന്നലിനൊക്കെ വന്നിട്ടുള്ളത്. ടോട്ടൽ 40 പുഷ് ബാക്ക് സീറ്റുകളാണ് മിന്നലിനുള്ളിൽ ക്രമീകരിച്ചിട്ടുള്ളത്. നമുക്കിതിൻ്റെ സീറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ആദ്യം ഫുള്ള് ബ്ലൂ കളർ റെക്സിനായിരുന്നു ഇതിനകത്തുണ്ടായിരുന്നത്. അതിൽ റീഫർബിഷ് ചെയ്തപ്പം ഒരു മെറൂൺ കളറിലേക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ പ്ലഗ് പോയിൻറ്റ്സ് എല്ലാം അവർ റീഇൻസ്റ്റാൾ ചെയ്ത് ഉഷാറാക്കിയിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഹാൻഡ് റെസ്റ്റ്, അതുപോലെ സീറ്റിൻ്റെ റിക്ലൈനിങ് എല്ലാം അവർ പക്ക ആക്കിയിട്ടാണ് റീഫർബിഷ് ചെയ്ത് ഇറക്കിയിട്ടുള്ളത്. എല്ലാ മിന്നലിൻ്റെയും പുറകിലായിട്ട് സ്റ്റോപ്പ് ഡീറ്റെയിൽസ് വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. KSRTC വെൽക്കം ഓൺ ബോർഡ് മിന്നൽ സൂപ്പർ ഡീലക്സ് എയർ ബസ് ATC 88 പാലക്കാട് കന്യാകുമാരി. സ്റ്റോപ്പുകൾ കൊടുത്തിട്ടുണ്ട്. പാലക്കാട്, തൃശ്ശൂർ, അങ്കമാലി റിക്വസ്റ്റാണ്. വൈറ്റ്ല ഹബ്ബ്, ആലപ്പുഴ, കൊല്ലം, കഴക്കൂട്ടം പിക്ക് ആൻഡ് ഡ്രോപ്പിംഗ് പോയിൻ്റാണ്. തിരുവനന്തപുരം, നെയ്യാറ്റിങ്ങര, കളിയക്കാവിള, നെയ്യാറ്റിങ്ങരയും കളിയക്കാവിളയും
പിക്കപ്പ് ആൻഡ് ഡ്രോപ്പിംഗ് പോയിൻ്റാണ് നാഗർകോവിൽ കന്യാകുമാരി. പാലക്കാട് ടു കന്യാകുമാരി ടോട്ടൽ 461 കിലോമീറ്ററാണ് വരുന്നത്. മിന്നലിൽ വരുന്നത് പാലക്കാടും കന്യാകുമാരി ഒഴിച്ചൊരിടയ്ക്ക് ആകെ 10 സ്റ്റോപ്പുകൾ മാത്രമാണുള്ളത്. അപ്പോൾ 2 സർവീസിൻ്റെയും ഉദ്ഘാടന കാഴ്ചകളിലേക്ക് നമുക്ക് കടക്കാം. വളരെ ആദരവോടുകൂടി എല്ലാ ബഹുമാനങ്ങളും വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പാലക്കാട് MP ശ്രീ DK ശ്രീകണ്ഠൻ സാർക്ക് KSRTCയുടെ എല്ലാവിധ നന്ദിയും സേവനവും പറയുന്നു. ആദ്യത്തെ ദിവസം തന്നെ ഈ 2 സർവീസുകളും ഫുള്ളായിട്ടാണ് കൊണ്ട് പോകുന്നത്. പ്രിൻസിപ്പൽ പേഴ്സണൽ സെക്രട്ടറി സാറും വർഗീസാണ്. അദ്ദേഹത്തിന് പ്രത്യേക നന്ദി കടപ്പാടും പാലക്കാട് ഗവൺമെന്റിനുണ്ട്. പാലക്കാട് കന്യാകുമാരി, പാലക്കാട് മൂകാംബിക ഈ 2 സർവീസുകൾ പുതിയ മിന്നൽ KSRTC ബസ്സുകൾ അനുവദിച്ച സംസ്ഥാന സർക്കാരിനെയും അതിന് ഗതാഗത വകുപ്പ് മന്ത്രിയെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കാൻ ഈ സന്ദർഭം വിനിയോഗിക്കും. പാലക്കാട് നിന്നും നമ്മുടെ നെല്ലിയാമ്പതിയിലേക്കും അതുപോലെ തന്നെ ടൂറിസ്റ്റ് സർവീസുകൾ തുടങ്ങി കേരളത്തിന് തന്നെ മാതൃകയായ ഒരു ഡിപ്പോ ആണ് പാലക്കാട് ഡിപ്പോ. താങ്ക്സ് ഫോർ കമ്മിങ്. മൈ പ്ലഷർ. നമുക്ക് കൊല്ലൂർ മൂകാംബികയുടെ ക്രൂവിനൊന്ന് പരിചയപ്പെടാം. ചേട്ടാ പേര്? സനേഷ്. വീട്? പേര്? കൃഷ്ണകുമാർ. വീട്? എലവഞ്ചേരി കരിക്കുളം. ഓക്കെ. അവിടെ സ്വീറ്റ്സ് ഒക്കെ വിതരണം ചെയ്യുന്നുണ്ട്. പാലക്കാട് സന്തോഷിൻ്റെ ഭാഗത്ത്. ചേട്ടാ പേരെന്താ? രാമകൃഷ്ണൻ, കേരള കോൺഗ്രസ് ട്രേഡ് യൂണിയൻ്റെ പ്രസിഡന്റാണ്. ഓക്കെ താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് മിന്നൽ സർവീസ് തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അതിൽ ആദ്യം മുതൽ ഉണ്ടായിരുന്ന ഒരു സാരഥിയാണ്. അപ്പോൾ നമുക്ക് ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടൻ്റെ ഒരു സന്തോഷം നമുക്ക് ചോദിച്ചു നോക്കാം. ചേട്ടൻ എന്താ പേര്? എൻ്റെ പേര് ബിജു. ബിജു അല്ലേ? വീട് എവിടെ ആയിട്ടാ? നെയ്യാറ്റിങ്ങനെയാണ് വീട് അല്ലേ? ഓക്കെ. യാത്രക്കാർക്ക് സൗകര്യം, ആ സമയത്തിനെത്തും. ഓക്കെ. പിന്നെ പ്രതീക്ഷിക്കുന്ന സ്ഥലത്ത് ഇറങ്ങാൻ ഒക്കത്തില്ല എന്നുള്ളത്. ഓക്കെ. സ്റ്റോപ്പ് കുറവാണ്. നമ്മുടെ ചേട്ടൻ ഓൾറെഡി നമ്മുടെ യൂട്യൂബിൽ വൈറലായ ഒരാളാണ്. നമ്മുടെ 5C ട്രിപ്സി എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലിൽ ചേട്ടൻ്റെ വീഡിയോസ് ഓൾറെഡി നിങ്ങൾ സെർച്ച് നോക്കിയാൽ മതി, കാണാൻ പറ്റും ബി ചേട്ടൻ്റെ വീഡിയോസ്. അപ്പോൾ ചേട്ടാ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഏഴരയാണ് വണ്ടിയുടെ ഡിപ്പാർട്ടിങ് സമയം. ഒരു ഉദ്ഘാടനമായിട്ടൊരു 15 മിനിറ്റ് ലേറ്റ് ആയിട്ടുണ്ട്. 7:45 പാലക്കാട് നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ നമ്മൾ സേലം കന്യാകുമാരി NH കയറുകയാണ്. കന്നിയങ്കര ടോൾ ഗേറ്റ്.
ഇപ്പുറത്തെ ടണൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. കുറേ നാളത് ക്ലോസ് ചെയ്ത് കിടക്കുകയായിരുന്നു. മണ്ണുത്തി ടൗൺ. നമ്മൾ മണ്ണുത്തിയിൽ നിന്ന് തൃശ്ശൂർ ടൗണിലേക്ക് ഡൈവേർട്ട് ചെയ്യാണ്. പാലക്കാട് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റോപ്പ് തൃശ്ശൂർ KSRTC. തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരിക്കുള്ള മിന്നൽ ബസ്സിൽ മുൻകൂട്ടി സീറ്റ് റിസർവ് ചെയ്ത യാത്രക്കാർ പ്ലാറ്റ്ഫോം നമ്പർ 10 പാർക്ക് ചെയ്തിരിക്കുന്ന തിരുവനന്തപുരം കന്യാകുമാരി മിന്നൽ ബസ്സിൽ കയറേണ്ടതാണ്. വൈറ്റില, ആലപ്പുഴ, കായംകുളം, കൊല്ലം, ആറ്റിങ്ങൽ, കഴക്കൂട്ടം, തിരുവനന്തപുരം വഴി കന്യാകുമാരിക്ക് പോകുന്ന മിന്നൽ ബസ് പ്ലാറ്റ്ഫോം നമ്പർ 10 പാർക്ക് ചെയ്തിട്ടുണ്ട്. ബസ് ഉടൻ തന്നെ പുറപ്പെടുന്നതാണ്. വാര്യക്കര ടോൾ പ്ലാസ. നമ്മുടെ കന്യാകുമാരി മിന്നലിൻ്റെ ഡിന്നർ ബ്രേക്ക് വരുന്നത് ചാലക്കുടിക്കടുത്തുള്ള ശരവണ ഭവനിലാണ്. സമയം 10 മണി. അപ്പോൾ നമ്മുടെ കൂടെ പാലക്കാട് മുതൽ കന്യാകുമാരി വരെ തമിഴ്നാട്ടിൽ നിന്ന് 2 വ്ളോഗേഴ്സ് വന്നിട്ടുണ്ട്. നമുക്ക് അവരെയും കൂടെ പരിചയപ്പെടാം. ബ്രോ, പേര്? നവീൻ കുമാർ. ഓക്കെ. ചാനലിൻ്റെ പേരെന്നാ? നവീൻ കുമാർ. ആ, ഓക്കെ. നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളൊരു ചാനലായിരിക്കും. കേരള വീഡിയോസൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് ആശാനെ. അപ്പോൾ വിഷ് ഹാപ്പി ജേണി. ഇവിടെ അടുത്തൊരാളുണ്ട്. ബ്രോ, എന്നാ പേര്? ബർബിൻ. ഓക്കെ. ചാനലിൻ്റെ പേരെന്നാ? ഓക്കെ. കുമരി തമിഴൻ. ഓക്കെ. ഞാൻ താഴെ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഊരെവിടെയാണ്? കന്യാകുമാരി. ആ, ഓക്കെ. അപ്പോൾ സ്വന്തം നാട്ടിലേക്ക് ഒരു വണ്ടി തുടങ്ങിയപ്പോൾ അന്ന് ഫസ്റ്റ് യാത്രയ്ക്ക് വന്നതാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അപ്പുറത്തെ സൈഡ് അണ്ടർപാസിൻ്റെ പണിക്ക് നടക്കുന്നുണ്ട്. ഒറ്റ ലൈനിലാണ് പോകുന്നത്. നല്ല ബ്ലോക്കാണ്. അപ്പോൾ നമ്മൾ ഡിന്നർ കഴിഞ്ഞിട്ട് യാത്ര റീസ്റ്റാർട്ട് ചെയ്യണം. അങ്കമാലിയിൽ നമുക്ക് റിക്വസ്റ്റ് സ്റ്റോപ്പ് മാത്രമേ മിന്നലിന് വരുന്നുള്ളൂ.
അരൂർ തുറവൂര് ഫ്ലൈ ഓവറിൻ്റെ വർക്ക് നടക്കുന്നതിൻ്റെ നല്ല തിരക്കുണ്ട്. ഒറ്റ പില്ലറിലാണ് 6 വരി വരുന്നത്. 13 കിലോമീറ്റർ അരൂർ ടു തുറവൂര്. ഫ്രണ്ടിൽ ഫുള്ള് ലോറികളാണ്. അതുകൊണ്ട് തന്നെ മിന്നലായിട്ട് കാര്യമില്ല, കയറിപ്പോകാൻ പറ്റില്ല. ഒരു വണ്ടിക്ക് പോകാനുള്ള ഒരു വീതി മാത്രമേ ഉള്ളൂ. വലത്തേക്ക് പോകുന്നത് ആലപ്പുഴ ബൈപ്പാസ് കേട്ടോ. നമ്മൾ നേരെ ടൗണിലേക്കാണ് പോകുന്നത്. കോഴിക്കോട് മിന്നൽ.
നമ്മൾ 3 മണി ആകാനായപ്പോഴാണ് കൊല്ലത്തെത്തിയിട്ടുള്ളത്. ഇവിടെ നിന്നാണ് ഇനി ക്രൂ ചേഞ്ച് ഉള്ളത്. ക്രൂ ചേഞ്ചായി. കൊല്ലം റെയിൽവേ സ്റ്റേഷൻ. കഴക്കൂട്ടം. തിരുവനന്തപുരം ഒരു കമ്പാനൂർ ബസ് സ്റ്റാൻഡ്. അങ്ങനെ 4:30 ആകാനായപ്പോൾ നമ്മൾ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേർന്നു. നമുക്ക് യാത്രക്കാരുടെ പ്രതികരണം ചോദിച്ചേക്കാം. എന്താ ചേട്ടാ പേര്? രാജു. വീടെവിടാ? നെടുമങ്ങാടാണല്ലേ. എങ്ങനെയുണ്ടായിരുന്നു യാത്ര എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഞാൻ സ്ഥിരം തൃശ്ശൂരെന്ന് വരുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ ബുക്ക് ചെയ്തപ്പോൾ ഇത് അറിഞ്ഞില്ല, പുതിയ ട്രിപ്പാണെന്നുള്ള അറിഞ്ഞില്ല. ഓക്കെ ഓക്കെ. പക്ഷേ കറക്റ്റ് സമയത്ത് എത്തുകയും ചെയ്യും. ഓക്കെ ഓക്കെ നന്നായി. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ. നെയ്യാറ്റിൻകര. നമുക്ക് കന്യാകുമാരിക്ക് ഇനിയുള്ളത് 62 കിലോമീറ്ററാണ്. അപ്പോൾ ഉദയംകുളങ്ങര. ഡ്രൈവർക്ക് വഴി പറഞ്ഞു കൊടുക്കാനായിട്ട്
നമ്മുടെ കന്യാകുമാരിയിലുള്ള പ്രോ ഇരിപ്പുണ്ട് ഫ്രണ്ടിൽ തന്നെ. നമ്മൾ കേരള തമിഴ്നാട് ബോർഡർ ക്രോസ് ചെയ്യാണ്. കളിയാക്കാവ് വിളയിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യാം. ലൈറ്റ് നിറവെന്ന് വരുന്നുണ്ട്. സ്റ്റാൻഡാണ് വലത് സൈഡിലുള്ളത്. നമ്മളിപ്പോൾ ക്രോസ് ചെയ്യണത് തക്ലൈ. KSRTCയുടെ പുതിയ വണ്ടി MG Build BS6. കന്യാകുമാരി ടിക്കറ്റ്സ് ഇത്രയും ഉണ്ട് കേട്ടോ. അപ്പം നമ്മളെ കന്യാകുമാരി വെൽക്കം ചെയ്തിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്, കന്യാകുമാരി. സൺറൈസ് കാണാനായിട്ടുള്ളൊരു ഭാഗ്യം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു.
സൂര്യോദയം കാണാൻ പറ്റിയില്ല, ഒരു രക്ഷയില്ല. നമുക്ക് അടുത്ത പ്രാവശ്യം ഉഷാറാക്കാം. ഞങ്ങൾക്ക് ഒരുപാട് ആഗ്രഹിച്ചിട്ട് വന്നാട്ടോ. അത് ഫസ്റ്റ് ദിവസം ആയതുകൊണ്ടാണ്. ഇനി ഇത് ഓടി ശരിയാകുമ്പോൾ ഓക്കെ, നമ്മൾ എന്തായാലും ഇത് അറിയിച്ചിട്ടുണ്ട്. ഓക്കെ, ചേട്ടനാണ് ഫസ്റ്റ് സൂര്യോദയം കാണാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്തത്. ആ, ഫസ്റ്റ് ബുക്ക് ചെയ്ത ചേട്ടനാണ്. രാവിലെ പേപ്പർ കണ്ടതും ബുക്ക് ചെയ്തല്ലേ? പേര് എങ്ങനെ? പേര് കൃഷ്ണൻ. ആ, ഓക്കെ. ഈ ലെഫ്റ്റ് സൈഡ് വണ്ടി കയറുന്നതാണ് SCTCൻ്റെ ഡിപ്പോ. അപ്പോൾ ഈ SCTC ഡിപ്പോൻ്റെ അടുത്ത് നേരെ പോകുന്നതാണ് സൺറൈസ് പോയിന്റ് കേട്ടോ. നമ്മുടെ യാത്രക്കാരൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്. നമ്മൾ വലത്തോട്ട് തിരിഞ്ഞ് ബസ് സ്റ്റാൻഡിലേക്കാണ് പോകുന്നത്. നമ്മുടെ സൂപ്പർ അപ്പോൾ തമിഴ്നാട്ടിലേക്ക് എൻ്റർ ചെയ്യുന്ന ആദ്യത്തെ മിന്നൽ സർവീസാണ് പാലക്കാടിൻ്റെ കന്യാകുമാരി. பஸ் ஸ்டாண்ட் மார்னிங் ஈவினிங் பஸ் ஓடலாம். എവിടെ? ഇവിടെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ സാരഥികളെ പരിചയപ്പെടാം. DC ആണ്. ചേട്ടാ പേര്? എൻ്റെ പേര് മുജീബ്. വീട് എവിടാ? വീട് കൊല്ലങ്കോടാണ്. ആ, ബ്യൂട്ടിഫുൾ കൊല്ലങ്കോട്. സുന്ദര ഗ്രാമത്തിൽ. ഓക്കെ. KSRTCയിൽ എത്ര വർഷത്തെ? 12 വർഷമായില്ലേ? ഇതിന് മുന്നേ ഏത് സർവീസിലായിരുന്നു? ഇതിന് മുന്നേ നേരത്തെ ബാംഗ്ലൂരും മംഗലാപുരം ഓടിക്കൊണ്ടിരുന്നു. DC ആയിട്ട്, ഡ്രൈവർ കം കണ്ടക്ടറായിട്ട്. പിന്നെ സിറ്റിലേക്ക് മാറിയതിന് ശേഷം പിന്നെ നമ്മുടെ ഫാസ്റ്റ് സർവീസ് പാലക്കാട് നിന്ന് കോട്ടയം സർവീസാണ് ഓടിക്കൊണ്ടിരുന്നത്. ഓക്കെ. അടുത്ത ആള് പേര്? സക്കീർ ഹുസൈൻ. ഓക്കെ. വീട് ഇവിടെ കരിങ്കുളം എലവഞ്ചേരിയാണ്. ഓക്കെ. KSRTC ഇതിന് മുന്നേ രണ്ടുപേരും ഒരുമിച്ചോ? DC. ആ, അതുകൊണ്ട് തന്നെ നിങ്ങളെ തന്നെ ഇങ്ങോട്ട് റീപ്ലേസ് ചെയ്തല്ലേ? ഓക്കെ. അപ്പോൾ ഞാൻ ഇനി സർവീസിന് ഉഷാറാവട്ടെ. ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ട്. ഓക്കെ, ഉറപ്പായിട്ടുണ്ടാവും. ഓക്കെ, താങ്ക് യു സോ മച്ച്. സോ നവീൻ ബ്രോ, எப்படி இருந்தது உங்களோட எக்ஸ்பீரியன்ஸ்? சூப்பராக இருந்தது. சர்வீஸ் ட்ரைவ் பண்ணியிருக்கோம். சூப்பராக இருந்தது. ஓகே. ப்ரோ எப்படி இருந்தது? சூப்பர் சர்வீஸ் ப்ரோ. சூப்பர். உங்களை நாட்டுக்கு வந்த சர்வீஸ் ஹிட் ஆயிடும் இல்லையா? ഓക്കെ. വണ്ടിയെ ഫുള്ള് അപ്പോൾ ഹിറ്റ് ആവുമ്പോൾ എല്ലാം ഓക്കെ. താങ്ക് യു. സൂര്യോദയം കാണുമെന്ന് എന്നാലും ഇതിന്റെ ടൈറ്റിൽ കൊടുത്തിരുന്നത്. എന്നാലും നമുക്ക് എത്തിയപ്പോൾ കുറച്ച് ലേറ്റ് ആയി പോയി. അതുകൊണ്ട് ഇന്നത്തെ സൂര്യോദയം നമുക്ക് മിസ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ വണ്ടി ഓടി തെളിയുന്നതനുസരിച്ച് റൂട്ട് ടൈമിങ് ക്ലിയർ ആവുന്നതാണ്. നമ്മൾ ആ കൊല്ലം സൈഡിലുള്ള റോഡ് നമുക്കറിയാം ഫുള്ള് വർക്കാണ്. അതുപോലെ അരൂര് മുതൽ തുറവൂര് വരെ ഇതിന്റെ വർക്ക് നടക്കും, പാലത്തിന്റെ വർക്ക് നടക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര അധികം ബ്ലോക്കാണ്. അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത്. യാത്രക്കാരുടെ പ്രതികരണങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ എന്തായാലും നിങ്ങൾ ഈ സർവീസ് മാക്സിമം വിജയിപ്പിക്കുക. അതുപോലെ തന്നെ തുടങ്ങിയിരിക്കുന്ന എല്ലാ സംസ്ഥാന സർവീസുകളും നിങ്ങൾ വിജയിപ്പിക്കുക. അപ്പൊ നമ്മളെന്തായാലും ഇനിയും അടുത്ത വിന്റർ സർവീസിന്റെ വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ഫ്രം ബിജി നിലമ്പൂർ. അപ്പോൾ ഇതാണ് കന്യാകുമാരിയിലെ സൺറൈസ് പോയിന്റ്. എന്തായാലും നമ്മൾ സൂര്യനൊരു പകുതി എത്തിയപ്പോഴാണ് നമ്മൾ എത്തിയിട്ടുള്ളത് അവിടെ. ഇതാ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ വിവേകാനന്ദ പാറ അടക്കം ഇവിടുന്ന് കാണാം. മീനും കണ്ട് ഓരോ ബോട്ടുകൾ മത്സ്യബന്ധനം കഴിഞ്ഞിട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പുറകിലൊന്നും വരുന്നതാണ്, കണ്ടോ? ഫെറി ബോട്ട് സർവീസിലേക്കുള്ള ക്യൂ ആണ് കാണുന്നത്.